ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കടമക്കുടിയിൽ വന്നിരിക്കുകയാണ്. ചേട്ടായിയുടെ പുതിയ കാറിലുള്ള ഫസ്റ്റ് ഔട്ടിംഗ് ആണിത്. ഈവനിങ് ഏകദേശം 4:30 നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഈവനിങ് വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റി. നല്ല രസമുള്ള ക്ലൈമറ്റ് ആയിരുന്നു. വെള്ളത്തിൽ ഒരുപാട് മീനുകളെ കാണാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നി ഫ്രീ ആയിട്ടൊരു ഫിഷ് പെഡിക്യൂർ ചെയ്തായിരുന്നു. പക്ഷേ വെള്ളം അത്ര നല്ലതല്ലാഞ്ഞതുകൊണ്ട് അതിന് ഞാൻ മുതിർന്നില്ല. അവിടുന്ന് പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി. അവിടെ ഒരു നല്ല സ്പോട്ട് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ആ സ്പോട്ട് ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. സൺസെറ്റൊക്കെ ആകുന്നത് കാരണം കൊണ്ട് തന്നെ നല്ലൊരു വൈബായിരുന്നു അവിടെ. ഞങ്ങളതിൻ്റെ വരമ്പിൽ കൂടിയൊക്കെ നടന്ന് അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. സൺസെറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോഴാണ് ഓർത്തത് ഡിന്നർ പുറത്തുനിന്ന് ആക്കിയാലോ എന്ന്. അപ്പോൾ പിന്നെ സന്ദീപേട്ടൻ്റെ ഫാമിലിയെയും സാബുങ്കളുടെ ഫാമിലിയും കൂടെ വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡിന്നറിനൊരു 7:30 ആകുമ്പോൾ പോകാമെന്ന് തീരുമാനിച്ചു. 7:30 ആയപ്പോഴത്തേനും നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങി. കിച്ചു നമ്മുടെ കൂടെ കോമറ്റിലാണ് വരുന്നത്. ചേച്ചിയുടെയും ചേട്ടായിയുടെയും കാറിലാണ് സാബുങ്കളും സ്റ്റെല്ലാൻ്റെയും വരുന്നത്. സന്ദീപേട്ടനും മീരച്ചേച്ചിയും ദേവൂട്ടനും റെസ്റ്റോറൻറ്റിലേക്ക് ഡയറക്റ്റ് വരുമായിരുന്നു. ചായ പീടിക എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയത്. നല്ല രസമുള്ള ആംബിയൻസ് ആണ്. ലൈറ്റിങ്ങും കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് സ്ഥലം. നമ്മൾ ഏകദേശം 8 മണിയോട് കൂടിയാണ് അവിടെ എത്തിയത്. റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു AC റൂം സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് സെർവ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഫുള്ള് നമ്മൾ വർത്താനം പറയലും ചില്ലിങ്ങും ഓരോ വിശേഷങ്ങൾ പറയലും ഒക്കെ ആയിരുന്നു. കുറേ നാളായിട്ട് കൂടുന്നത് കാരണം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എല്ലാവർക്കും പറയാനുണ്ടായിരുന്നു. അപ്പോഴേക്കും ഫുഡ് വന്നു. പാൽക്കപ്പയും ബീഫും പഴംപൊരിയും ബീഫും, പിന്നെ നൂൽ പൊറോട്ട, പെപ്പർ ചിക്കൻ, ചിക്കൻ ചുക്ക, മടക്ക് ചപ്പാത്തി, പാൽ പൊറോട്ട, ഷവർമ, പിന്നെ ചിക്കൻ ഷവായും കുബൂസും. ഫുഡെല്ലാം നല്ല സൂപ്പറായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാൻ പോയപ്പോഴാണ് ജാറിൽ പലതരം സ്വീറ്റ്സ് കണ്ടത്. പുളിമുട്ടായി, തേൻമുട്ടായി, പോപ്പിൻസ്, ബൂമർ, പിന്നെ ലോലിപോപ്പ്, അങ്ങനെ കുറേ. പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടി ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് തിരിച്ചു പോന്നു. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയത് കിച്ചു പറഞ്ഞു തന്നൊരു ഷോർട്ട് കട്ട് വഴിയാണ്. ആ വഴിയിൽ കോമറ്റിന് മാത്രം കയറാൻ പറ്റുന്ന ഒരു പാലം ഉണ്ടായിരുന്നു. അത് നല്ല അഡ്വഞ്ചറസ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്.